ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ സ്വാതന്ത്ര്യം എന്ന വർഷത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു നയിക്കണം. എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേവൂട്ടിയോടൊപ്പം അപ്പും കൂടെ സ്വാതന്ത്ര്യം വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അഞ്ചു അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ദേവൂട്ടിയുടെ അപ്പു പറയുന്നുണ്ട്, ഡാഡി ഡാഡി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാഡി പുറകെ വന്നോളെന്ന് പറയാണ്. ഈ ഒരു സമയത്ത് അഞ്ചു വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പു നീ ദേവൂട്ടിയും കൂട്ടി ഇത് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട്, ഇവിടുന്ന് തെരുവിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ വീട്ടിലോട്ടോ? എനിക്കൊരു വീടിൻ്റെ ഉള്ളു അഞ്ചു, അത് എൻ്റെ അമരാവതി തറവാട്ടിലോട്ടാണ്, അതായത് എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് ഞാൻ പോകാമെന്ന് പറയണം. അപ്പോൾ അഞ്ചു ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞു ഇനി അതിന് ഹരിയേട്ടൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഹരിയേട്ടൻ ഇന്നാൾ പറഞ്ഞല്ലേ ഇനി അങ്ങേര് ചത്തെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളിനി ആ ഒരു തറവാട്ടിലോട്ട് തിരിച്ചു പോകത്തിരുന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശരിയാ അഞ്ചു, ഞാനത് പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ ആ വാക്ക് പാലിച്ചതിനെ അഞ്ചു, പക്ഷേ ഹരിയിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് എന്നിട്ട് അപ്പു പറയുകയാണ്, ഞാൻ ഡാഡിയുടെ അടുത്ത് എന്നിട്ട് ചെയ്തതിനും പറഞ്ഞതിനും എല്ലാത്തിനും ഞാൻ സമസ്ത അപരാധത്തിനും കാൽക്ക് വീണും മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്നും ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ആ ഡാഡിയുടെ മകളായിട്ട് ഞങ്ങൾ ഇനി ആ ഒരു വീട്ടിൽ താമസിക്കാനാണ് തീരുമാനിച്ചതെന്ന് പറയണേ. ഇത് കേട്ട് നമ്മുടെ അഞ്ചു ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എനിക്കും എൻ്റെ മോൾക്കും ഇനിയുള്ള ജീവിതത്തിൽ ഏക ആശ്വാസം അത് മാത്രമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ അഞ്ച് ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ലെന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്വത്തിനോ അല്ലെങ്കിൽ പണത്തിനോ വേണ്ടിയൊന്നും മാത്രമല്ല അഞ്ച് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുകയാണ്. ഇനി ഞാനിവിടെ തുടർന്നു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ മോളും ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോളെ തന്നെ നഷ്ടമാകുന്നുള്ള പേടിയുള്ളത് കൊണ്ട് അഞ്ചു ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത് എനിക്കിനി എൻ്റെ മോൾ ആരും അല്ലാതായിട്ട് മാറുന്ന കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കേട്ടിട്ട് അഞ്ച് ഞെട്ടുവാണ്. എന്നിട്ട് അഞ്ച് ഞെട്ടോട് പറയുകയാണ്, എൻ്റെ അപ്പു നീ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ദേവിയടുത്ത് അങ്ങനെ സ്വന്തം മകളായിട്ട് ദേവൂട്ടിയെ മാറ്റും എന്നൊക്കെ നീ ഇത്ര സിദ്ധിയായിട്ടാണ് ചിന്തിച്ച് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പു പറയുകയാണ്, നിനക്കിതിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, നിനക്കും ഒരു കുഞ്ഞുണ്ടാകട്ടെ, നീയും അങ്ങനെ മറ്റൊരു സ്ത്രീയെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിച്ചിട്ട് നമ്മളെ വേണ്ടാന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജുവിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പു ഞാൻ ഇന്നലെ ശരിക്കും അനുഭവിച്ചാണ്. നിന്നോട് എനിക്കൊരു ഉപദേശം മാത്രമേ തരാനുള്ളൂ, നിനക്കുണ്ടാകുന്ന കുഞ്ഞിനെങ്കിലും നീ ദേവിയടുത്തെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കരുതെന്ന് പറയാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെയാണ് അവസ്ഥ അറിഞ്ഞത്. അവർ സ്നേഹം കൊണ്ട് നമ്മുടെ മക്കളെ പൊതിഞ്ഞിട്ട് അവർ നമ്മുടെ നിന്നും അകറ്റുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട് അഞ്ചുനൊന്നും പറയാൻ പറ്റില്ല. എന്തിനാ അപ്പു നീ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ചിന്തിക്കുന്നതെന്ന് പറയുകയായിരുന്നു അഞ്ചു. അപ്പുവിൻ്റെ ഈ ഒരു സ്വഭാവത്തെ ഒരു ഞെട്ടൽ തോന്നിയ അഞ്ചു ചോദിക്കണം, നിൻ്റെ സമനില വല്ല തെറ്റി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പു പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഇതൊക്കെ തോന്നും, നീയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുകയായിരുന്നു അപ്പു. ഉടൻ തന്നെ ദേവുമോളെയും കൂട്ടിക്കൊണ്ട് അപ്പു പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയാണ്. ഞങ്ങൾ ഇനി ഒരു സൗന്ദര്യത്തിൽ ഉണ്ടാകില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവുമോളാണെങ്കിൽ കെഞ്ചിക്കൊണ്ട് പറയുകയാണ്, ചെറിയമ്മ മമ്മിയോടൊന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് പോകണ്ടെന്ന്, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നില്ല എന്ന് പറയുകയാണ്. ദേവുമോള അപ്പം നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവുമോളെ വീണ്ടും കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ അഞ്ചു ആണെങ്കിൽ പുറകെ തന്നെ ഓടുന്നുണ്ട്, അതായത് അപ്പുവിനെ തടഞ്ഞു നിർത്തുക. എന്നാൽ അപ്പുവിനെ തടയാൻ അഞ്ചുവിനാകുന്നില്ല. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹരി അങ്ങോട്ട് കയറി വരുന്നത്. ഹരിയെ കണ്ടതും ദേവമോൾ ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, ഡാഡി ഇതേ മമ്മി എന്നെയും കൊണ്ട് മമ്മിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുകയാണ്. അപ്പം മോളിങ്ങി വന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹരി അങ്ങോട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താ മോള് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ ഹരി, എനിക്കിവിടെ നിന്നാൽ ഇനി മനസ്സമാധാനം ഒന്നും കിട്ടത്തില്ല, ഞാനതുകൊണ്ട് മോളെയും കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവമോള് പറയുന്നുണ്ട്, മമ്മി വേണമെങ്കിൽ മമ്മിയുടെ വീട്ടിൽ പൊക്കോ, ഞാനെങ്ങും വരുന്നൊന്നുമില്ല, എൻ്റെ വീട് ഇതാ, ഞാൻ ഇനി ഇവിടം വിട്ട് ഞാൻ അങ്ങോട്ടും വരത്തില്ലെന്നൊക്കെ നമ്മുടെ ദേവമോള് വാശി പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവമോളോടായിട്ട് ദേവുട്ടി പൊട്ടിത്തെറിച്ചവന് ചോദിക്കുന്നത്, നിന്നോട് ആരടി പറഞ്ഞു ഇത് നിൻ്റെ വീടാണെന്ന്? അപ്പോൾ നമ്മുടെ ദേവമോള് പറഞ്ഞു, എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ വീടാണെന്ന്, അതായത് മമ്മിയെ അച്ഛൻ ഡാഡി കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഡാഡിയുടെയും എൻ്റെയും വീടാണല്ലോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പു പറയുന്നുണ്ട്, നീ കേട്ടില്ലേ ഹരി, ഇതൊക്കെയാണ് അവർ ഈ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു നമ്മുടെ അപ്പു. അപ്പം നമ്മുടെ അഞ്ചുവാണ് വക്കാലത്തായിട്ട് വരുന്നുണ്ട്, എൻ്റെ പൊന്നപ്പു അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ, പണ്ട് നിൻ്റെ മമ്മി ഇവിടെ വന്ന സമയത്ത് അതാരാണെന്ന് ചോദിച്ചപ്പം ദേവിയടുത്ത് കാര്യങ്ങൾ പറഞ്ഞാണ്, അങ്ങോട്ട് പോകത്തിരുന്ന് മോള് പറഞ്ഞപ്പം അവിടെയുള്ളത് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണെന്ന് നീ പോകണമെന്നും പറഞ്ഞ് ദേവമോളോട് പറഞ്ഞതും ദേവിയടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ അഞ്ചു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ നമ്മളെ അപ്പു ശ്രമിക്കുന്നതേ ഇല്ല. അപ്പു പറഞ്ഞ ന്യായത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ചോദിക്കുന്നത്. എന്നെ ഞാനിവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നതാണെന്നും ഇത് അവളുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുമല്ലെന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിത്തെറിക്കുകയായിരുന്നു നമ്മുടെ അപ്പു.
അപ്പോൾ നീ വെറുതെ എടുത്തിയാടി മണ്ടത്തരമൊന്നും കാണിക്കാതെങ്കിൽ നീ വെറുതെ തെറ്റൊന്നും ചെയ്യരുതെന്ന് നമ്മുടെ ഹരി വാണിങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പു പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് എനിക്കറിയാം ഹരി എന്ന് പറയുമ്പോൾ നീ പണ്ടും ഇതുപോലെ അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, നീ വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ശ്രമിക്കരുതെന്ന് പറയുകയായിരുന്നു ഹരി. എന്നിട്ട് ഹരി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ എൻ്റെ മോളെ ഇവിടുന്ന് നീ എങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ അപ്പു ചോദിക്കുന്നുണ്ട് അതിന് നിൻ്റെ മാത്രം മോളാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ മാത്രം മോളാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് അങ്ങോട്ട് ദേവിയെടുത്തി അവിചാരിതമായിട്ട് കടന്നു വരികയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ദേവിയെടുത്തി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹരി പറയുന്നുണ്ട് എൻ്റെ ദേവിയെടുത്തി ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ചു പറയുകയാണ് ദേവിയെടുത്തി അപ്പു ആണെങ്കിൽ ദേവമോളെ കൂട്ടിക്കൊണ്ട് അമരാവതിയിലോട്ട് പോകുകയാണെന്ന് പറയാണ്. എന്തിനെന്ന് ഞെട്ടിക്കൊണ്ട് നമ്മുടെ ദേവിയെടുത്തി അന്വേഷിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പു പറയുന്നത് ഞാനെടുത്ത തീരുമാനത്തിലൊരു മാറ്റമില്ല, ഞാനും മോളും അമരാവതിയിലോട്ട് പോവുകയാണെന്ന് പറയണം. അങ്ങനെ അപ്പു ആണെങ്കിൽ ഫോണെടുത്ത് ഡാഡിയെ വിളിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട് നീ ഇപ്പോൾ വിളിക്കാൻ നോക്കുന്ന നിൻ്റെ ഡാഡിയാണെങ്കിൽ അങ്ങേരുടെ വണ്ടി ഗേറ്റെങ്ങാനും കിടന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖം നീ കാണും, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീയും അങ്ങേര് പിന്നെ ഇവിടെ ജീവനോടെ കാണുകയെന്ന് പറഞ്ഞ് നമ്മുടെ അപ്പുവിനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹരി. ആ ഒരു സമയത്താണ് നമ്മുടെ ബാലേട്ടൻ അങ്ങോട്ട് വരുന്നത്. ബാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഹരി, എന്താ പ്രശ്നം, എന്താ ബാഗൊക്കെയായിട്ട് എല്ലാവരും ഉമ്മർത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്തായിട്ടാണെങ്കിൽ നമ്മുടെ ഹരിയോ അല്ലെങ്കിൽ അഞ്ചുവോ ആരും ഒരു രക്ഷ കിട്ടുന്നില്ല. അപ്പം നമ്മുടെ അപ്പു നമ്മുടെ സ്വരമൊക്കെ എടുത്ത് പറയുകയാണ് ബാലേട്ട ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറയുകയാണ്, എന്നെ തടയരുതെന്ന് പറയും. അപ്പോൾ അവിടെ ബാലേട്ടൻ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പു, ഞാൻ നിനക്കൊരു വാക്ക് തരാം, മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛനും അമ്മയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഞാനോ ദേവിയോ നിൻ്റെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയായിരുന്നു പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അപ്പു. അത് കേട്ട് പൊട്ടിക്കരയുകയായിരുന്നു നമ്മുടെ ദേവി. ഈ ഒരു സമയത്ത് പോകാനുള്ള തീരുമാനം നമ്മുടെ അപ്പു മാറ്റുന്നുണ്ട്. ബാഗൊക്കെ വെച്ച് അപ്പു തിരിച്ച് അകത്തോട്ട് പോകാൻ തുടങ്ങിയാണ്. നമ്മുടെ ഹരിയാണെങ്കിൽ ദേവമോളെ എടുത്തോട്ട് അകത്തോട്ട് പോകാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഭരണനാണെങ്കിൽ ദേവി എടുത്തോട്ട് പറയുന്നുണ്ട് വാ ദേവി എന്ന് പറഞ്ഞ് ദേവിയെടുത്തും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോവുകയായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ ബാലേട്ടനകത്ത് പോയതിന് ശേഷം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകയായിരുന്നു. അതായത് ദേവിയെ കല്യാണം കഴിച്ചുകൊണ്ട് ബാലൻ വന്ന ആതിരാത്തെക്കുറിച്ച്. ഈ ഒരു സമയത്ത് നമ്മുടെ ബാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ദേവി ഞാൻ നിന്നോട് ആദ്യത്തിൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ നിന്നോട് തുടക്കത്തിനൊരു കാര്യം പറയട്ടെ, എനിക്ക് എൻ്റെ അനിയന്മാരെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റേതായിട്ട് മാത്രം ജീവിക്കുന്ന നീ കരുതരുത്, നമുക്കിടയിൽ ഒരു കുഞ്ഞ് വേണ്ടാന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവിയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ബാലേട്ട ഞാൻ ഒരിക്കലും എൻ്റേത് മാത്രമായിട്ടുള്ള ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത്, ഞാനെന്നും ബാലേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഇരിക്കത്തുള്ളൂ, ബാലേട്ടനെ ഈ ഒരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അനിയന്മാരുടെ അടുത്തു നിന്നോ പിരിച്ചിട്ട് പോകാനല്ല ഞാൻ വന്നതെന്ന് പറയുകയായിരുന്നു. ഈ ഒരു സമയം ദേവിയെടുത്തും ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു. അതായത് നമ്മുടെ അപ്പു പറഞ്ഞ കാര്യങ്ങൾ ദേവിയെടുത്തേക്ക് എൻ്റെ വികാരം അല്ലെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലാണെന്നുണ്ടെങ്കിൽ ദേവിയെടുത്തും ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് അമ്മയാകണമെന്ന് പറയാൻ ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു ദേവി. ഈ ഒരു സമയത്താണ് നമ്മുടെ ദേവി കിടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബാലേട്ടൻ വന്ന് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേട്ടൻ നിൽക്കുകയായിരുന്നു, പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ദേവിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ ബാലേട്ടൻ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ച് ബാലേട്ടനെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ദേവി. തെറ്റായിപ്പോയി, ഒരു അമ്മയാകാനുള്ള എൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഒരു അമ്മയാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയത്, ഞാനിപ്പോൾ വല്ലാണ്ട് ദുഃഖിക്കുന്നു ദേവി എന്ന് പറഞ്ഞ് നമ്മുടെ പൊട്ടിക്കരയായിരുന്നു നമ്മുടെ ബാലേട്ടൻ. തൻ്റെ അമ്മയാകാനുള്ള ആഗ്രഹവും മോഹങ്ങളും എല്ലാം ഞാനല്ലേ നശിപ്പിച്ച, ഞാനല്ലേ നിന്നോട് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ബാലേട്ടൻ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുറ്റബോധം കൊണ്ട് ആ ബാലേട്ടൻ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. ഞാൻ തന്നോട് എന്ത് പരിഹാരമാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ പൊട്ടിക്കരയുമ്പോൾ ബാലേട്ടാന്ന് വിളിച്ച് നമ്മുടെ ദേവിയെടുത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണേലും കണ്ട് ഇവരുടെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ണീര് വരുന്നു. അത്രയ്ക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയെടുത്ത് പറയാണ് ബാലേട്ടൻ കരയുന്നത് എനിക്ക് സഹിക്കാനാവത്തില്ലെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബാലേട്ടൻ പറയുന്നുണ്ട് ഇല്ല ദേവി ഇല്ല, ഞാൻ ഇനി പൊട്ടിക്കരയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇനി കരയത്തില്ല, നമുക്ക് നാളെ ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ബാലേട്ടനും അങ്ങനെ ദേവിയെടുത്ത് തമ്മിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ സൗന്ദര്യത്തിലോട്ടായിട്ട് ശിവൻ വരുന്നത്. ശിവൻ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തതിനാൽ തന്നെ എന്താണ് എല്ലാവർക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെൻഷനിലായിരുന്നു ശിവൻ. ഈ ശിവൻ വന്നവിടെ തന്നെ അഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അഞ്ച് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശിവേട്ടനോടായിട്ട് അഞ്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. അതായത് ഇന്ന് അപ്പു അമരാവതിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതും അതിനുശേഷം നമ്മുടെ ഹരിയേട്ടനും ഞാനൊക്കെ കുറേ തടയാൻ നോക്കിയിരുന്നു, അതൊന്നും കേട്ടിരുന്നു. അതിനുശേഷം ബാലേട്ടൻ വന്നു. ബാലേട്ടനോടായിട്ട് നമ്മുടെ ബാലേട്ടൻ പറഞ്ഞു മരിച്ചുപോയ അച്ഛനും അമ്മയെ സാക്ഷി എത്തിക്കൊണ്ട് ഞാനും ദേവിയെടുത്ത് ഇനി ദേവമോളുടെ കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. ഇത് പറഞ്ഞത് കേട്ടപ്പോഴാണ് അപ്പു ഒന്ന് അടങ്ങിയെന്നും തിരിച്ചു വന്നതെന്നും പറയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ദേവിയെടുത്ത് വല്ലാണ്ട് പൊട്ടിക്കരയുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കുന്നത് അപ്പോൾ ഹരിയേട്ടനൊന്നും പറഞ്ഞില്ല അഞ്ചും ചോദിക്കുന്നുണ്ട്.
ഹരിയേട്ടൻ എന്ത് പറയാനാ ശിവേട്ട? ഹരിയേട്ടനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ ഷോക്കേറ്റ പോലെയായിട്ടാണ് നിന്നത്. പാവെന്ന് പറയുമായിരുന്നു നമ്മുടെ അഞ്ജു. അപ്പം നമ്മുടെ അഞ്ജു പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാണ് ഹരിയേട്ടൻ നമ്മുടെ അപ്പുവിനെ സമാധാനിപ്പിച്ചതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ മരിച്ചുപോയ അച്ഛനും അമ്മയും തൊട്ട് നമ്മുടെ ബാലേട്ടൻ സത്യം ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അപ്പു അടങ്ങിയതെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട്, എന്നാലും നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവുമോള് അപ്പു അടുത്ത് പറയുന്നതും കേട്ട് അടങ്ങി ഒതുങ്ങി ആ വീട്ടിൽ തന്നെ ആ റൂമിൽ തന്നെ നിൽക്കുന്നത്? അല്ലെങ്കിൽ എത്ര ആൾ അപ്പു അടുത്തേക്ക് ദേവുമോളെ പൂട്ടിയിടാനാകും? എന്തൊക്കെയാണേലും ബാലേട്ടനും ദേവിയടുത്തേയും കാണാതെ അല്ലെങ്കിൽ ഫേസ് കൊടുക്കാതെ അപ്പോഴത്തേക്ക് എത്ര നാൾ ഇവിടെ ഈ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ടാണ് ബാലേട്ടനെ ദേവിയടുത്തേയും കാണുന്നത്. നമ്മുടെ അഞ്ച് പറയുമ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ നീറുകയെന്ന് പറയുകയാണ്. അതിനുശേഷം ശിവൻ പണ്ടുണ്ടായ കാര്യങ്ങൾ അഞ്ജുനോടായിട്ട് പറയുകയാണ്. അതായത് ബാലേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ദേവിയടുത്തി ആദ്യമായിട്ട് ഈ ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ രംഗം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ആകെയുള്ള പേടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബാലേട്ടനെ ദേവിയടുത്തി ഞങ്ങളിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തുമെന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ ദേവിയടുത്തെ കാണുമ്പോൾ ഒളിഞ്ഞു മാറി നിൽക്കുമായിരുന്നു, ഞാനും കണ്ണനും ഹരിയേട്ടനൊക്കെ. എന്നാൽ ഞങ്ങളെല്ലാം ചേർത്ത് നിർത്തിയത് ദേവിയടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയായിരുന്നു നമ്മുടെ ശിവൻ. കണ്ണൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ണനാണ് ആദ്യമായിട്ട് ദേവിയെടുത്തിയെ അമ്മ എന്ന് വിളിച്ചതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും കണ്ണൻ്റെ കുസൃതികളൊക്കെ കാട്ടുമ്പോൾ ദേവിയെടുത്തി അവനെ പേടിപ്പിക്കുന്നതല്ലാതെ അവനെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടിരുന്ന് പറയുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വളരെയധികം വിഷമത്തോടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവൻ ഓർത്തെടുത്ത് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. ആ ദേവിയെടുത്ത് ഇന്ന് ഹരിയേട്ടൻ്റെ കുഞ്ഞിനെ ലാളിച്ചതിനും ഓമനിച്ചതിനും വളർത്തിയതിനൊക്കെ ഇപ്പം ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ലഞ്ചെന്ന് പറയാണ്. അതിനുവേണ്ടി നമ്മുടെ ബാലേട്ടനാണെങ്കിൽ അപ്പുവിനോട് മാപ്പ് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ലെന്ന് പറയുകയായിരുന്നു ശിവൻ. അപ്പം നമ്മുടെ അഞ്ചു ആശ്വാസപ്പെടുത്തിക്കൊണ്ട് ശിവനോടായിട്ട് പറയുന്നത്, നമ്മുടെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അത് കൈകളോട്ട് ഏറ്റുവാങ്ങുന്നത് ദേവിയെടുത്തിയായിരിക്കും. നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മ ഞാൻ മാത്രമായിരിക്കില്ല, ദേവിയെടുത്തിയും കൂടെ ആയിരിക്കും എന്ന് പറയുകയായിരുന്നു അഞ്ചു. ദേവിയെടുത്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനും കിട്ടണം. അതറിഞ്ഞു വേണം നമ്മുടെ മക്കളും വളരാൻ എന്ന് പറയുകയായിരുന്നു അഞ്ജു. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞെന്ന് പറയുകയായിരുന്നു അഞ്ജു. പിന്നെ കാണിക്കുന്ന നേരെ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നമ്മുടെ ബാലേട്ടൻ ഇന്നലെ ദേവിയെടുത്തിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വക്കീൽ ഓഫീസിലോട്ട് എത്തിയായിരുന്നു. വക്കീൽ ഓഫീസിലെത്തുന്ന അവരെ രണ്ടുപേരെയും വക്കീൽ കാര്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് സ്പെഷ്യൽ ചായയൊക്കെയാണ് നമ്മുടെ വക്കീൽ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ദേവിയെടുത്ത് പൊക്കിക്കൊണ്ട് വക്കീൽ പറയുന്നുണ്ട്, പക്ഷേ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ദേവി തരുന്ന പോലത്തെ ഒരു ചായയുടെ അത്ര ഒന്നും ഈ ഒരു ചായ വരത്തില്ലെന്ന് പറയുകയായിരുന്നു. എന്നിട്ട് ആ ഒരു സമയത്തായിട്ട് നമ്മുടെ ബാലേട്ടൻ പറയുകയാണ്, വക്കീലെ നമ്മുടെ സ്വാതന്ത്ര്യം തറവാട് 3ആയിട്ട് വീതം വെക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് നമ്മുടെ വക്കീൽ ഷോക്ക് ആയിക്കൊണ്ട് ചോദിക്കുകയാണ്, അന്ന് പണ്ട് ലക്ഷ്മിയമ്മ എന്നെക്കൊണ്ട് ആ ഒരു വിരുപ്പത്തിൽ എഴുതിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയതല്ല സ്വാതന്ത്ര്യം വീട് ഭാഗം വെക്കേണ്ടി വരുന്നു. എന്താ ബാലായി പറയുന്നതെന്ന് പറഞ്ഞ് ഞെട്ടിത്തിരിച്ചിരിക്കുന്ന വക്കീലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അനിയന്മാരായ 3 പേർക്കും വേണ്ടി സ്വാതന്ത്ര്യം തറവാട് ഭാഗം വെച്ച് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന ബാലേട്ടനെ ദേവിയെടുത്തേയും തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ക്ലൈമാക്സിനോട് എടുത്തപ്പോൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീരിയൽ അവസാനിക്കുമ്പോൾ ഇത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണമായിരുന്നു എന്ന് പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്പുവിനെ ഇപ്പോൾ ഒരു ശത്രുവിനെ കാണുന്നതിന് ഭീകരതയോടെയാണ് ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം എങ്ങനെ ഈ ഒരു സീരിയൽ അവസാനിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൻ്റെ വരും ദിവസങ്ങൾ എല്ലാവരും എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.